ഇവനൊരു കള്ളനും ആഭാസനുമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ആരെങ്കിലും വിശ്വസിച്ചോ? ഇവന്റെ മുഖം മൂടി പിച്ച് ചിന്തുന്ന ഫോട്ടോകളാ. ഇത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. അച്ചായന്റെ, അതായത് സോജൻ വർഗീസിന്റെ സുഹൃത്താണ്, കാമുകിയാണ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. എന്നെ പറഞ്ഞ് ചതിക്കായിരുന്നു. അവന് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവന്റെ മെയിൻ ബിസിനസ് എന്താണെന്നറിയോ? പെൺവാണിഭം. ഈ അച്ചായ എന്ന് പറയുന്ന ഭയങ്കര, ഞാൻ വലിയ പണക്കാരനാണ്, ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. എന്നാ വെറും തെണ്ടിയാണ്. സംശയം നമ്മൾ ആ പുള്ളിയുടെ ആരോ ആണെന്നുള്ള രീതിയിലുള്ള കോണ്ടാക്ട് ആ പുള്ളി നമ്മുടെ അടുത്ത്. എല്ലാം ചുഴുന്ന് അന്വേഷിച്ചെങ്കിലും അയാളുടെ മനസ്സ് മാത്രം ആർക്കും കണ്ടെത്താനായില്ല. അതായത് നമ്മളിങ്ങനെ ഭരിക്കത്തില്ല ഇങ്ങനെ. ഈ പുള്ളിക്കാരൻ ഫോൺ പിടിച്ച് തറയിലോട്ട് ഒരൊറ്റ അടി. എന്റെ ഫോൺ പ്രത്യേകതരം ബുദ്ധിയില്ലാത്ത നമ്മളെ, അതായത് ട്രാപ്പിലാക്കി നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയത്തില്ല. അതാണ് ഈ അമ്മയും മോനും കാണിച്ചോണ്ടിരുന്നത്. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. വിശ്വസിച്ചു പോവും. എന്റെ ഭാഗ്യത്തിനാ ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ഇതില്ല, പക്ഷെ അകത്തിരുന്ന് പറയുന്നത് വേറെ വർത്താനവും പുറത്ത് കാണിക്കുന്നത് വേറൊരു ക്യാരക്ടറും. ഈ രണ്ടുപേരെ ഒരു പെണ്ണിനും ഒരു തരത്തിലും പൊരുത്തപ്പെടാനാവാത്തൊരു ജന്മം അതായിരുന്നു അയാൾ. ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പുറകെ കൂടെ വന്ന ഒരൊറ്റ അടിയുണ്ട്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും അടിച്ചെന്ന് പറഞ്ഞാ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി നടുവിനിട്ട് തന്നു. അതിൽ പിന്നെ അയാളെ കാണുന്നത് പോലും എനിക്ക് അറപ്പായിരുന്നു. പുള്ളി മാനിനാന്ന് കാണിക്കാൻ ആര് കോള് വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യുക, വരുന്ന ഓരോ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. പിന്നീട് പുള്ളിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്താൻ. കള്ളക്കളവാ, കണ്ണും ചെവി മൂക്കൊന്നും ശരിയല്ലെങ്കിലും താൻ ആള് വിളഞ്ഞ വിത്ത. ഇക്കണക്കിന് തന്നെ എങ്ങനെ വിശ്വസിക്കും? ഒളിഞ്ഞു നോട്ടം സൂത്രപ്പണിയൊക്കെ കയ്യിലുണ്ടല്ലേ. പിന്നെ പുള്ളി എന്നെ സ്വന്തമാക്കണം, പുള്ളിയുടെ വൈഫാണ് ഞാൻ എന്നുള്ള ലേബലാക്കി കഴിഞ്ഞു. കുര്യച്ചൻ ഇങ്ങോട്ട് വന്നേ. സാരമില്ല കേട്ടോ.